പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും ജൽജീവൻ മിഷൻ പൈപ്പ് പൊട്ടി. താവളം ഭാഗത്താണ് ജൽജീവൻ മിഷന്റെ പൈപ്പ് വിണ്ടുകീറിയത്. ഗുണനിലവാരമില്ലാത്ത പൈപ്പാണ് ഇതിന് കാരണം എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ശ്രീകുമാരൻ പാലക്കാട് നിന്ന് വീണ്ടും ചേരുന്ന വിവരങ്ങളുമായി. ശ്രീത്ത്, ഇതവിടെ വീണ്ടും ഇത്തരത്തിൽ പൈപ്പ് പൊട്ടുന്നത് ഒരു പതിവ് കാഴ്ചയാകുന്നു. അങ്ങനെ ആ രീതിയിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം നാട്ടുകാർ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ ക്വാളിറ്റി വളരെ മോശമാണ് ഈ പൈപ്പിന്റെ എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. തീർച്ചയായും പ്രജിൻ, നമ്മൾ ഈ വാർത്ത ആദ്യഘട്ടത്തിൽ നൽകുന്നത് കഴിഞ്ഞ മാസമാണ്. അങ്ങനെ കഴിഞ്ഞ മാസം ഈ പൈപ്പ് പൊട്ടിയ വാർത്ത നമ്മൾ നൽകുന്ന സമയത്ത് അതൊരു ട്രയൽ റൺ ആയിരുന്നു. ആ ട്രയൽ റണ്ണിൽ ഏതാണ്ട് വെള്ളച്ചാട്ടത്തിന് സമീപം സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ആ വെള്ളം പൊട്ടിപ്പോയിരുന്നത്. അപ്പോൾ പറഞ്ഞ ഒരു ഭാഗത്തെ പ്രശ്നം മാത്രമാണ് എന്നായിരുന്നു ജൽജീവൻ മിഷന്റെ അധികൃതർ ഈ ഒരു വിഷയത്തിൽ കുറിച്ച് ഒരു പ്രതികരണം നടത്തിയിരുന്നത്. പക്ഷേ വീണ്ടും ട്രയൽ റൺ നടത്തുമ്പോൾ പലയിടങ്ങളിലും സമാനമായ രീതിയിൽ പൊട്ടുകയും വിണ്ടുകീറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിപ്പോൾ താവളം ഭാഗത്താണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഭവാനിപ്പുഴയിൽ നിന്ന് വെള്ളം മോട്ടോർ ഉപയോഗിച്ച് അടിച്ച് അട്ടപ്പാടിയുടെ വിവിധ മേഖലകളിലേക്ക്, അത് അട്ടപ്പാടി, അഗളി അടക്കമുള്ള വിവിധ പല പ്രദേശങ്ങളിലേക്കും വനപ്രദേശത്തിനോട് ചേർന്ന ആദിവാസി ഉന്നതികളിലേക്കും ഒക്കെ വെള്ളം എത്തിക്കുക എന്നതാണ് ഈ ജലജീവൻ മിഷൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവിലാണ് ഇത്തരത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. ആ പദ്ധതിയിലാണ് തുടക്കത്തിൽ തന്നെ ഈ ട്രയൽ റണ്ണിന്റെ സമയത്ത് തന്നെ ഈ ക്രമക്കേട് നടക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഇതൊരു അനാസ്ഥയാണ്, അഴിമതിയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെ ഉയർത്തുന്നുണ്ട്. ഗുണനിലവാരമില്ലാത്ത പൈപ്പാണ് ഇത്തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന പരാതിയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തര പരിശോധന വേണമെന്നും നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നുണ്ട്. പ്രജിൻ, ശരി, ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.